പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 117 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയുവിൻ. കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളില് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചകളില് കഴിഞ്ഞ നൈറ്റ് വില്ലേജ് ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട മക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ വായിച്ചു കേട്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് ഇത്. അനേകര് അവർക്ക് ലഭിച്ച ജീവിത സാക്ഷ്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെയും വിശ്വാസം വർദ്ധിക്കണം. അതെ, അവരെ സൗഖ്യപ്പെടുത്തിയ കർത്താവ്, അവരെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എൻ്റെ കുടുംബത്തിൽ ഇടപെടും, എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. ഈ ഒരു വലിയ വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതോടൊപ്പം തന്നെ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മോടൊപ്പം ഈ രാത്രിയിൽ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും ഷാലോം TV കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വലിയ കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും അതോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ കടന്നു വരാം. ഇത് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റന്റ് മാനേജർ ശ്രീ ബാബു NB ആണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്നേഹത്തോടെ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി പറയാമോ ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 37:4 കർത്താവിൻ്റെ വചനം പറയുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഈ വചനം ഒന്ന് പരസ്പരം പറയാം. കർത്താവിൽ ആനന്ദിക്കുക, മുഖത്തു നോക്കിയെന്ന് പറഞ്ഞേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. വിശ്വാസപൂർവ്വം വലതുകരം ഉയർത്തിക്കുക ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറയാമോ ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനത്തിന്റെ 4-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനത്തിൽ പറയുന്നു: കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. കർത്താവ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ തൊട്ടടുത്ത് അവന്റെ കരമൊന്ന് നീട്ടിയാൽ മാത്രം മതി. നിന്റെ അത്ഭുതകരമായ ദൈവത്തിന്റെ കരസ്പർശനം നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കും അവിടുന്ന് ഈ രാത്രിയിൽ സ്വർഗം തുറന്ന് ഒഴുക്കുകയായി. ഹല്ലേലൂയ. സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമപുസ്തകത്തിന്റെ പുറപ്പാടിന്റെ 14 അവിടെ ഇസ്രായേൽ ജനം അവരുടെ യാത്ര ആരംഭിച്ച് ചെങ്കടൽ എന്ന വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ പകച്ചു നിൽക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു, സാധ്യതകളെല്ലാം തീർന്നു. പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈജിപ്ഷ്യൻ സൈന്യം, ആകെ അസ്വസ്ഥരായ ദൈവജനം. പ്രിയപ്പെട്ടവരെ, അവർ ഒന്നാകെ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവമായ കർത്താവിന്റെ സ്വരം മോശ പ്രവാചകന്റെ കാതുകളിൽ മുഴങ്ങി. ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞു: മോശെ, ധൈര്യമായി മുന്നോട്ട് നീങ്ങുക. ഇന്ന് കണ്ട മിസ്രയീമിനെ നാളെ നീ കാണുകയില്ല. ദൈവമായ കർത്താവ് ആയ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ ജനത്തിന് വേണ്ടി പൊരുതുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ അകപ്പെട്ട ഒരു കുടുംബജീവിതത്തിന്റെ ഉടമയാണോ നീ? രോഗത്താൽ തളർന്ന ഒരു മനസ്സും ശരീരവും നിനക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളൂ? പ്രിയ ദൈവമകനെ, നിന്റെ സാമ്പത്തിക മേഖല പരാജയപ്പെട്ട് വഴികളെല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന വലിയ ഒരു അപകടകരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണോ നീ നിൽക്കുക? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ചെങ്കടൽ വിഭജിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. മോശ ദൈവത്തിൽ വിശ്വസിച്ചു.
അവൻ ചിന്തിച്ചില്ല. ഇന്നലകളിൽ ചെങ്കടലുകൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ടോ എന്നവൻ ചിന്തിച്ചില്ല. അവൻ ദൈവത്തിന്റെ വാക്കിൽ മാത്രം ചിന്തിച്ചു, വാക്കിൽ മാത്രം അവൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ചെങ്കടൽ വിഭജിച്ചു. ഒരുപക്ഷെ ഈ രാത്രിയില് ആരാധനയില് നൈറ്റ് വിൽ പങ്കെടുക്കുമ്പോൾ മാരകമായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന അനുഭവം നിനക്കുണ്ടാകാം. ചില രോഗങ്ങളുടെ മുമ്പിൽ നീ ഭയപ്പെട്ടു നിൽക്കുന്ന അനുഭവം ഉണ്ടാകാം. എന്നാൽ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് കാണുന്ന ഇന്നുള്ള നിന്റെ ഈ അനുഭവങ്ങൾ നാളെ രാവിലെ ഈ നൈറ്റിൽ രാത്രി കഴിയും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെങ്കടൽ വിഭജിച്ച ദൈവം, ഇസ്രായേലിന്റെ ദൈവം, അവൻ ഇന്നും ജീവിക്കുക. കഴിഞ്ഞ രാത്രികളിൽ അത്ഭുതം ചെയ്ത ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വായിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് വിശ്വാസത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങളുടെ കുടുംബത്തിലാകാം, ഓഫീസിലാകാം, എവിടെയായിരുന്നാലും ഈ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. നിങ്ങളുടെ പ്രതിസന്ധിക്ക് മുമ്പിൽ വഴി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവം, പുതിയ വഴി രാത്രി നിനക്ക് വേണ്ടി അവൻ തുറക്കാൻ പോവുകയാണ്. ജെറിക്കോ കോട്ടകൾ തകർന്നു വീഴും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. അത്ഭുതകരമായ ദൈവത്തിന്റെ ശക്തി, പരിപാലന ഈ രാത്രി നമുക്ക് ലഭിക്കുക. വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, പ്രിയപ്പെട്ട ദൈവജനത്തിന്റെ ആരവത്തിനിടയിൽ ജെറിക്കോ മതിലുകൾ തകർന്നു എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ മുന്നോട്ട് പോകാൻ വഴികളില്ല എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിലെ സകല പ്രതിസന്ധികളിലേക്കും ഈ രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി കടന്നു വരികയാണ്. കരമുയർത്തി, സ്വരമുയർത്തി, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നല്ലവനായ ദൈവത്തെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക, അതിനെ തുറന്ന് വിളിക്കുക, ചെറിയൊരു വലിയൊരു വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. കരമുയർത്തിയടിക്കാം, വിശ്വസിച്ച് പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. യെരിഹോ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. രണ്ട് സൈഡിലെ കരങ്ങളടിച്ച്
സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നിന്നെ ജയിക്കുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നിന്നെ ജയിക്കുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നിന്നെ ജയിക്കുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇരിക്കാം, ശാന്തമായി ഇരിക്കാം. കഴിഞ്ഞ നൈറ്റ് രാത്രികളിൽ കർത്താവ് ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നാം വായിച്ചു കേൾക്കുകയാണ്. ഷൈൻ സന്തോഷ് ബഹ്റിനിൽ നിന്ന് എഴുതിയ ഒരു കത്താണ് നാം വായിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ ഓസ്ട്രേലിയയിലാണ്. അവൾക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. മകൾ പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ കഠിനമായ വയറുവേദനയുണ്ടായി. സ്കാൻ ചെയ്തപ്പോൾ പിത്താശയത്തിൽ കല്ലുണ്ടെന്ന് മനസ്സിലായി. ഇൻഫെക്ഷനായി പഴുത്തുപൊട്ടിയതിനാൽ ഉടൻ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ. സ്ഥിരമായി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം കണ്ടപ്പോൾ മകൾക്കും വിശ്വാസമായി. ഓപ്പറേഷൻ കൂടാതെ ഈശോ സുഖപ്പെടുത്തുമെന്ന് അവളും വിശ്വസിച്ചു. ആ ഉറപ്പോടെ തുടർന്നുള്ള നൈറ്റ് വിജിലുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തി. ഇതിനിടയിൽ മകളുടെ ശരീരം ക്ഷീണിച്ചു. ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മെയ് മാസത്തിൽ അവൾ കേരളത്തിൽ വന്നു. ഇവിടെ വെച്ച് വീണ്ടും സ്കാൻ ചെയ്തു. കല്ല് ഉണ്ടെന്നായിരുന്നു റിസൾട്ട്. ദിവസങ്ങൾക്ക് ശേഷം മറ്റ് ആശുപത്രിയിൽ സ്കാൻ ചെയ്തു. പരിശോധനാ ഫലം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിത്താശയത്തിൽ കല്ലില്ല. ഇപ്പോൾ മകൾക്ക് വേദനയോ അസ്വസ്ഥതകളോ ഇല്ല. കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ കൈവിടില്ലെന്ന് ഒരിക്കൽ കൂടി അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകളുടെ പിത്താശയത്തിലെ രോഗാവസ്ഥകളിലേക്ക് ദൈവശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി കടന്നു വരുവാൻ വേണ്ടി പിതാവ് പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഈ രോഗാവസ്ഥകളിലേക്ക് നിരന്തരമായി പ്രാർത്ഥനയുടെ ഫലമായി അത്ഭുതകരമായ ദൈവത്തിൻ്റെ സൗഖ്യം കടന്നു വരികയാണ്. സൗഖ്യം നൽകിയവനായ കർത്താവിനെ കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. ഉണർവോടെ, ഉണർവോടെ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ജെറമ്യ പ്രവചനത്തിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഞാൻ അവരുടെ വിലാപങ്ങൾ ആഹ്ലാദ നൃത്തമാക്കി മാറ്റും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദ നൃത്തമാക്കി മാറ്റും. ദുഃഖമകറ്റി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദുഃഖങ്ങൾ അകറ്റുന്ന, രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ തരുന്ന കർത്താവ് ഇന്നും ജീവിക്കുക. അപ്രകാരം അത്ഭുതകരമായ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യ വിവരണമാണ് നാം വായിച്ചു കേൾക്കുന്നത്. ക്യാൻസർ രോഗം സുഖപ്പെട്ടതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ കത്തിലുള്ളത്. UK എഴുതിയ ഒരു കത്താണ് ഈ കത്ത്. ലിസമ്മ എന്ന സഹോദരിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്ന. ഫോട്ടോ സഹിതം അവർ സാക്ഷ്യം അയച്ചിരിക്കുകയാണ്. നമുക്കത് വായിച്ചു കേൾക്കാം. എൻ്റെ പേര് ലിസമ്മ ജോസഫ്. UK ഊസ്റ്റർ എന്ന സ്ഥലത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. 2013 നവംബറിൽ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയതാണ്. സന്തോഷത്തോടുകൂടി തിരിച്ചു വരാൻ സാധിച്ചില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ക്യാൻസർ എന്ന രോഗത്തിന് ഞാൻ അടിമയായി. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ എന്തോ പൊട്ടുന്നത് പോലെ തോന്നി. ഫ്ലൂയിഡ് കൊണ്ട് വയറ് മുഴുവൻ നിറഞ്ഞു. പെരിറ്റോണൽ ക്യാൻസർ സ്റ്റേജ് 4 എന്ന ഡയഗ്നോസിസ് ചെയ്തു. വളരെ ആക്റ്റീവായി ഓടി നടന്നിരുന്ന ഞാൻ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട സമയം. നിസ്സഹായയായി ഒന്നിനും കഴിയാതെ കിടന്ന എനിക്ക് വേണ്ടി എൻ്റെ ഊസ്റ്ററിലുള്ള ഓരോ കുടുംബവും, പ്രാർത്ഥന കൂട്ടായ്മകൾ, കുടുംബാംഗങ്ങൾ, ഷാലോം നൈറ്റ് വിജിൽ
ചേർന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരെയും കണ്ണുനീർ ദൈവസന്നിധിയിലെത്തിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുകി. എൻ്റെ രോഗത്തെ ഓർത്തോ എൻ്റെ വേദനയെ ഓർത്തോ ഞാൻ ഈശോയോട് പരാതിപ്പെട്ടില്ല. പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 5 ലിറ്ററോളം ഫ്ലൂയിഡ് എൻ്റെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തു. അത് കഴിഞ്ഞ് 1 ദിവസം നീണ്ടു നിൽക്കുന്ന കീമോതെറാപ്പി. ആ വേദനയെല്ലാം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ശാലം ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ വചന ശുശ്രൂഷയോടും ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് വചനം അയച്ച് എന്നെ സുഖപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ ടെസ്റ്റെല്ലാം നോർമലായി. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. എൻ്റെ ദൈവം എനിക്ക് തന്ന വലിയ വിടുതലിനെ ഓർത്ത് 1000 സ്തുതി. അതോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷാലോമിലെ എല്ലാവർക്കും ദൈവ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സൈമോൾ ലുധിയാനയിൽ നിന്ന് അയച്ച കത്താണ് നമ്മൾ അടുത്ത് വായിക്കുന്നത്. ഞങ്ങൾ കുടുംബമായി പഞ്ചാബിലാണ് താമസിക്കുന്നത്. മകൻ +2 നല്ല മാർക്കോടെ പാസ്സാകാനും വീടിനടുത്തുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ ലഭിക്കുന്നതിനുമായി 2 വർഷമായി എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഉപവസിച്ച് ജാഗരണ പ്രാർത്ഥനയിൽ പങ്കുചേരുമായിരുന്നു. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മാർക്കോടെ +2 പാസ്സായി. എൻട്രൻസിൽ ഉയർന്ന റാങ്ക് ലഭിക്കുകയും ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അതുപോലെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ജാഗരണ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചിരുന്നു. അതെല്ലാം ഈശോ സാധിച്ചു തന്നു. എല്ലാത്തിനും ഈശോയോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശാലോം ഗ്രൂപ്പിനോടും നന്ദി പറയുന്നു. സൈമോൾ കുര്യൻ, ലുധിയാന. പ്രിയപ്പെട്ടവരെയും, യേശയ്യാ പ്രവചനത്തിൻ്റെ 54-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം പറയുന്നു, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. യെശയ്യാ പ്രവചനം 40:30 നമ്മൾ ഇപ്രകാരം പഠിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അത്ഭുതകരമായി പ്രാർത്ഥനകൾക്ക് വിടുതലും സൗഖ്യം തരുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എത്ര വലിയ പഴകിയ രോഗമായിക്കൊള്ളട്ടെ, രോഗാവസ്ഥകളിലേക്കും പ്രാർത്ഥന നിയമങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിച്ച് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. Hallelujah.
അനിൽ എന്ന സഹോദരി ഇറ്റലിയിൽ നിന്ന് അയച്ച ഒരു കത്താണ് നാം വായിച്ച് കേൾക്കുക. നൈറ്റ് വ്യൂവിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 5 വർഷമായി മക്കളില്ലാതിരുന്ന എനിക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 സ്തുതി. പ്രാർത്ഥിച്ച ഷാലോമിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ നോക്കുക, 5 വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ അധികമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ഇവർ അനേകം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, കണ്ണീര് കണ്ടാൽ മനമലിയുന്നവനാണ് നമ്മുടെ ദൈവം. സാമുവേൽ പ്രവചനത്തിൻ്റെ 1-ാം പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹന്ന എന്ന സഹോദരി സന്താനമില്ലാത്തതിൻ്റെ പേരിൽ അവൾ ഒരുപാട് അപമാനിതയാണ്. അവൾ വേദനയോടെ നെഞ്ചുരുകി കരയുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇതാ സാമുവേൽ എന്ന ശ്രേഷ്ഠ ദൈവദാസനെ നൽകി, ശ്രേഷ്ഠമായി നൽകി ദൈവം അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഭാരത്തിലിരിക്കുന്നവർ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടാകാം. വിശ്വസിക്കുക, എന്തും വൈകി വരുന്നത് എന്തും ശ്രേഷ്ഠമായതും നല്ലതും ദൈവം നമുക്ക് വേണ്ടി കരുതുകയാണ്. കരങ്ങളടിച്ച് നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 44:3 കർത്താവിൻ്റെ വചനം പറയാണ്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരൂപികളും ഞാൻ ഒഴുക്കും. ദൈവത്തിൻ്റെ അസാധാരണമായ അത്ഭുതകരമായ പ്രവൃത്തി എങ്ങനെയാ? വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരൂപികളും ഒഴുക്കുന്ന ദൈവം. കർത്താവിൻ്റെ വചനം തുടരുകയാണ്, നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹം ഞാൻ വർഷിക്കും. അനുഗ്രഹം വർഷിക്കുന്ന ദൈവം മരിച്ചിട്ടില്ല, ജീവിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളുടെ ഭാവിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. പ്രിയപ്പെട്ട അപ്രകാരം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം വാങ്ങിയ ഒരു അമ്മയുടെ കത്താണ് നാം വായിക്കുന്നത്. മേഗി ജോൺസൺ തൃശ്ശൂരിൽ നിന്ന് എഴുതിയ കത്താണ് നാം വായിക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. മകനും മകൾക്കും നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി 1 വർഷമായി എല്ലാ നൈറ്റ് വ്യൂവിലും പ്രാർത്ഥിച്ചിരുന്നു. നോക്കണേ, 1 വർഷമായി എല്ലാ നൈറ്റ് വ്യൂവിലും അവർ പ്രാർത്ഥിച്ചിരുന്നു. ഈ ജനുവരി മാസത്തിൽ മകൻ വിസിറ്റിംഗ് വിസയിൽ ദുബായിക്ക് പോയി. വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ ജോലിയൊന്നും ലഭിച്ചില്ല. എന്നാൽ തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം ഒരു യൂറോപ്യൻ കമ്പനിയിൽ നിന്ന് ജോലി ഓഫർ ലഭിച്ചു. 5 ദിവസത്തിനകം വിസയും ലഭിച്ചു. മകളുടെ ജോലി കാര്യത്തിലും ദൈവം ഇടപെട്ടു. മെയ് മാസത്തിൽ ബാങ്കിൽ അവൾക്ക് ജോലി ലഭിച്ചു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവത്തിന് 1000 നന്ദി. കരങ്ങളടിച്ച് നല്ല ദൈവത്തിനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. ഉള്ളം കരത്തിൽ നിന്നെ വഹിച്ചു
കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം സ്നേഹത്തോടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും തൻ്റെ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും ഈ രാത്രിയിൽ സ്വർഗം തുറന്ന് മഴ പോലെ സ്വർഗത്തിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ അടച്ച് കരങ്ങൾ യാതനാപൂർവ്വം തുറന്നു പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു അത്ഭുത അഭിഷേക നിമിഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി കരമുയർത്തി ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ നമ്മളും ആ പ്രാർത്ഥനയോട് ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ പ്രകാരം പഠിപ്പിക്കുന്നു, അപ്പോസ്തല പ്രവർത്തനം 4:30 അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ദൈവമേ അങ്ങയുടെ കരബലം ആക്കണമേ. പ്രിയപ്പെട്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സ്നേഹത്തോടെ ഏറ്റുചൊല്ലാൻ പരിശ്രമിക്കുക. കരമൽപ്പം ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ച എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരിലും നിറയണമേ. ഹല്ലേലൂയ. ശാലോം ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശാലോം പീസ് ഫെലോഷിപ്പിലുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശാലോം ശുശ്രൂഷകളുടെ ഏജന്റുമാരെയും റിപ്പോർട്ടേഴ്സിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവരിൽ നിറയണമേ. അമേരിക്കൻ ഓഫീസിലും എറണാകുളം ഓഫീസിലും കോഴിക്കോട് ഓഫീസിലുമുള്ള എല്ലാവരിലും അവിടുന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശാലോം ശുശ്രൂഷകളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശാലോം ശുശ്രൂഷയിലേക്ക് ദൈവം വിളിച്ച സകലരെയും കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ആത്മാവ് അവരിൽ നിറയുവാൻ സ്വരമുയർത്തി നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി ജീവനൂതുക, ജീവനൂതുക, ജീവനായക, ജീവനാളമാ എരിഞ്ഞു തീരുക. വീണ്ടും കരങ്ങൾ അല്പം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോട് ചൊല്ലുന്ന പ്രാർത്ഥനയെ ചൊല്ലാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളിലൂടെ ലോകമെമ്പാടും അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനന്ത നന്മകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടിവിയിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളെയും വീണ്ടും അഭിഷേകം ചെയ്യണമേ. ലോക ജനതയ്ക്ക് തിരുസഭയ്ക്ക് അനുഗ്രഹമായി ശാലോം ടിവിയെ അവിടുന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ശാലോം പ്രസിദ്ധീകരണങ്ങളെ വീണ്ടും
അഭിഷേകം ചെയ്യണമേ. വീണ്ടും അഭിഷേകം ചെയ്യണമേ. സൺഡേ ശാലോമിന് വേണ്ടി, ശാലോമിന് വേണ്ടി, ശാലോം ടൈംസിന് വേണ്ടി, ശാലോം ടൈംസിന് വേണ്ടി, തമിഴ് മാസികയ്ക്ക് വേണ്ടി, തമിഴ് മാസികയ്ക്ക് വേണ്ടി, ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും അവിടുന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോഫിയ പബ്ലിക്കേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ടിവിയെ പ്രേക്ഷകരിൽ എത്തിക്കുന്ന എല്ലാവരെയും, DTH നെറ്റ്വർക്കുകാരെയും കേബിൾ ഓപ്പറേറ്റേഴ്സിനെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, തിരുസഭയ്ക്ക്, ലോക ജനതയ്ക്ക് അനുഗ്രഹമാക്കി ശാലോം ശുശ്രൂഷകളെ ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി സകല നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം കൂടി കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജലത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജലത്തിൻ ഹൃത്തിൽ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. വസിക്കട്ടെ ദിവ്യാത്മാവ് എല്ലാ വൻകരങ്ങളെയും ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സർവജലത്തിൻ ഹൃത്തിൽ. സകല വംശങ്ങളെയും ഗോത്രങ്ങളെയും ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. സർവജലത്തിൻ ഒരിക്കൽ കൂടി എല്ലാ വൻകരങ്ങളെയും കണ്ടുകൊണ്ട് വസിക്കട്ടെ ദിവ്യാത്മാവ് യേശുനാമമറിയട്ടെ ലോക ജനത. സർവജലത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജലത്തിൻ ഹൃത്തിൽ. Praise the Lord. സ്വന്തമായിരിക്കുക.